ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കുക്കർ ചൂടാക്കാം. അതിലോട്ട് ഒരു സ്പൂണ് നല്ല നെയ്യാണ് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഓയിലിൻ്റെ അളവ് കൂട്ടണം. ഇതിലേക്ക് രണ്ട് സ്പൂണ് വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഓയിൽ ചേർക്കാം, സാധാ വെളിച്ചെണ്ണ ചേർക്കാം. അതിലോട്ട് 3 ഏലക്കായ, കുറച്ച് കറുവപ്പട്ട, പിന്നെ നമ്മൾ ഒരു 5 ക്ലൗസ് ഇടാം. പിന്നെ തക്കോലം ഒരു 2 ഇട്ടിട്ടുണ്ട്. പിന്നെ കറുവപ്പട്ടൻ്റെ ഇല ഇട്ടിട്ടുണ്ട്, ഒരു 2 ഇട്ടിട്ടുണ്ട്. ഇനി അത് ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് അണ്ടിപ്പരിപ്പ് അത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇട്ടിട്ട് അത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ വെളുത്തുള്ളി കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചതയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, അരിഞ്ഞ് കൊടുത്താൽ മതി. എന്നിട്ട് അതിലോട്ട് ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് റൈസിന് 2 ഉള്ളിയാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഉള്ളി വേണമെങ്കിൽ 1.5 എടുത്താലും മതി, 2 എടുത്താലും ടേസ്റ്റാണ്. നമ്മൾ ഉള്ളി ഇട്ടാൽ ടേസ്റ്റാണ് റൈസ്. ഇനി അതിൻ്റെ മുന്നേ നിങ്ങൾ ഈ ഉള്ളി ഇടുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ജീരകം, നമ്മളെ ഫെനൽ സീഡ്സ് ഉണ്ടല്ലോ, അതും കൂടി ഇടണം. ഞാൻ ആ സമയത്ത് ഇടാൻ മറന്നുപോയി. അപ്പോൾ അതാ ഇതിൽ ഓയിലുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ട് ആ ജീരകം ആ ഓയിലിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ളി ഒന്ന് വഴഞ്ഞു കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇടാം. എന്നിട്ട് കുറച്ച് നമ്മളെ പുതിന ഇലയില്ലേ, അതൊരു പിടി ഇടാം. ഇനി അത് നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തക്കാളി, ഞാൻ 2 തക്കാളി എടുത്തിട്ടുള്ളത്, അത് നന്നായിട്ട് മിക്സിയിലൊന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ വെള്ളം, ഇപ്പോൾ 1 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്, അപ്പോൾ 2 കപ്പ് വെള്ളം ഞാൻ അവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി കാര്യങ്ങളൊന്നും വേണ്ട. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറയ്ക്കുക കൂട്ടൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത്, പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര, നിങ്ങൾക്ക് വേണം 1 സ്പൂൺ ഇടാൻ, ഞാൻ 1 സ്പൂൺ ഇട്ടിട്ടില്ല, ഞാൻ ഇത്തിരി ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ഞാൻ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് ഇതാകിയാൽ ആ ഓയിലിൽ ഫുള്ളും നമ്മൾ തക്കാളിയിലുള്ള വെള്ളമെല്ലാം വറ്റണം. എന്നിട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കാം. ഞാൻ നല്ലോണം കഴുകി വെച്ച അരിയാണ്, അത് 1 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ ആ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ടാവും കേട്ടോ. ആ തിളച്ച വെള്ളമാണ് ഇതിലോട്ട് ഒഴിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ആ വേവിൻ്റെ ഒരു പ്രശ്നം വരും. ഞാനൊരു പിടി നമ്മളെ പച്ചപ്പട്ടാണി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇനി അതും ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലും കൂടിയും മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതാ നമ്മളെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പുണ്ടോ നോക്കുക. ഇപ്പം കണ്ടില്ലേ, നമ്മൾ ആ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ നല്ല തിള വരുന്നുണ്ട്. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പും കൂടി ഉണ്ടോ നോക്കാം. ഉപ്പ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അടച്ചു വെക്കുക. ഇത് അടച്ചു വെച്ചിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ചു. എന്നിട്ട് എയർ ഫില്ലായി എന്ന് കണ്ടപ്പോൾ ഞാൻ സ്ലോ ആക്കി വെച്ചു. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചു. ഞാൻ പിന്നെ ഒരു 15 മിനിറ്റിന് ശേഷമാണ് ഓപ്പൺ ആക്കി നോക്കിയത് കേട്ടോ. ഫുൾ വിസിൽ പോയിട്ട്. അപ്പോൾ അതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഈ പതയ്ക്കുന്ന ചൂട് പോയി കഴിഞ്ഞാൽ ഇതാ കറക്റ്റായിട്ട് വെന്തലിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ നല്ല സോഫ്റ്റുള്ള റൈസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.